ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമായ മുട്ട സുർക്കയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായോ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ എടുക്കുന്ന പച്ചരിയാണ്. ഇതിന് പകരം വേണമെങ്കിൽ ബസുമതി അരിയോ അല്ലെങ്കിൽ ജീരകശാല അരി ഉപയോഗിച്ചാലും നല്ലതാണ്. ഇത് ഇനി ഒരു കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. 4 മണിക്കൂർ അല്ലെങ്കിൽ രാത്രിയിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ട് രാവിലെ അരച്ചെടുത്താലും മതി. ഞാൻ ഈ 1 ഗ്ലാസ് പച്ചരി രാത്രിയിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിപ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ആയപ്പോൾ. ഇപ്പോൾ അരി നല്ലതുപോലെ കഴുകി ഞാനിവിടെ വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പൊട്ടും തന്നെ വെള്ളമൊന്നുമില്ല. ഇതിന് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഈ മുട്ട സുർക്ക ഉണ്ടാക്കാൻ വേണ്ടി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. പച്ചരി വേണം, പിന്നെ ചോറ് വേണം, നമ്മൾ കഴിക്കാനെടുക്കുന്ന ചോറുണ്ടല്ലോ അത്, പിന്നെ ഒരു മുട്ട വേണം, പിന്നെ ഒരല്പം വെള്ളവും. ഇത്രയും വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആ കഴുകി വാരി വെച്ചിരിക്കുന്ന പച്ചരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ചോറാണ്. ഒരു 1/4 ഗ്ലാസ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പിടിയേ ഉള്ളൂ. വളരെ കുറച്ച് മാത്രം മതി ചോറ്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ്. അതിന് പകരം പുഴുങ്ങലരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കണ്ട, വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരല്പം കട്ടിയായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്ററിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ട് ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസല്ല. ഈ മാവിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അരച്ച ഉടനെ തന്നെ നമുക്ക് മുട്ട സുർക്ക ചുട്ടെടുക്കാവുന്നതാണ്. ഇത് പൊരിക്കാൻ വേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ച് ഈ മുട്ട സുർക്ക നമുക്ക് ചുട്ടെടുക്കാം. ഇത് നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്. ഇതങ്ങോട്ട് മാവ് ഒഴിച്ച് കഴിഞ്ഞ് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊങ്ങി വരും. അന്നേരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ആ തവി ഉപയോഗിച്ച് അതിലോട്ട് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മറിച്ചിടണം. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ മാവ് ഒഴിക്കാവുള്ളൂ. മാവ് ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചുട്ടെടുക്കാൻ. അതിൻ്റെ അകത്ത് വീണെടുക്കുന്ന ചെറിയ മാവിൻ്റെ തരികളൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇതിൻ്റെ കളർ അധികം മാറുമൊന്നും വേണ്ട. എപ്പോഴും ചെറിയ തവി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ കട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെന്ത് വരാനും കുറച്ച് സമയമെടുക്കും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ട സുർക്കയും കൂടെ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് പച്ചരിക്കുള്ള മുട്ട സുർക്കയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ 2 ഗ്ലാസ്സിന് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ അളവും അതുപോലെ ചേർക്കുന്ന ചോറിൻ്റെ അളവും കൂട്ടി കൊടുത്താൽ മതി. 2 ഗ്ലാസ് ആകുമ്പോൾ 2 മുട്ടയും ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസോളം ചോറും കൂടി ചേർത്ത് അരച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 5-6 മുട്ട സുർക്ക ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കി മാവ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിലോട്ട് ഞാൻ ഇനി കുറച്ച് സവോളയും അതുപോലെ തന്നെ ക്യാരറ്റും പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. ഇങ്ങനെ നമുക്ക് മുട്ട സുർക്ക ഉണ്ടാക്കാം. എനിക്ക് കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ടുള്ള മുട്ട സുർക്കയെക്കാട്ടിയും ഇതുപോലെ ഈ ക്യാരറ്റും സവോളയൊക്കെ ചേർത്ത് മുട്ട സുർക്കയാണ് ഇഷ്ടം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ രണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അത് ഇനി ഓരോ തവി കോരി ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ 1 ഗ്ലാസ് പച്ചരി കൊണ്ട് ഏകദേശം 9-10ഓളം മുട്ട സുർക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അത് എണ്ണയൊന്നും അങ്ങനെ കുടിക്കത്തുമില്ല. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.